ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ലോഗോ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഒരു ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ലോഗോയുടെ പ്രാധാന്യം എത്ര വലുതാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ലോഗോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അവർക്ക് ലോഗോ ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ലോഗോ ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു ഓട്ടോ ഡ്രൈവർ എടുക്കാം. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് ലോഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ അവർക്കൊരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുന്നൊരു കസ്റ്റമറോട് നമുക്കൊരു ലോഗോ നിർമ്മിക്കാനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ചില കേസുകളിൽ അവരെ ഫോട്ടോ തന്നെ ലോഗോ ആയിട്ട് വെക്കാൻ പറയും. അങ്ങനെയുള്ള കേസുകളിൽ അവരുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്കൊരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് നിർമ്മിക്കാം. അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അതിനൊരു ചെറിയൊരു എമൗണ്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെബ്സൈറ്റിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു AI ടൂളുണ്ട്. ആ ടൂളിൻ്റെ പേരാണ് ബ്രാൻഡ് ക്രൗഡ്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ ലോഗോ മേക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ കമ്പനിയുടെ പേര് കൊടുക്കണം. ഞാനിവിടെ ക്രിപ്സെല്ലർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പേര് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ക്രിയേറ്റ് കൊടുക്കണം. ക്രിയേറ്റ് കൊടുക്കുമ്പം ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് പോകും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഒരുപാട് മോഡലിൽ നമ്മുടെ പേര് വെച്ചുകൊണ്ടുള്ള ലോഗോസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു AI ടൂളാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ജനറേറ്റ് ചെയ്ത് തരും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ലോഗോ. ഈ ലോഗോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതെല്ലാം കൊമേഴ്സിന് പറ്റിയിട്ടുള്ള ലോഗോകളാണ്. നമുക്കതവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നാൽ, നമുക്ക് ഇവിടെ നമ്മുടെ ബിസിനസ്സിൻ്റെ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. എനിക്ക് വേണമെങ്കിൽ ഇവിടെ സ്പീഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം ഞാൻ ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കീവേഡ് ഇവിടെ കൊടുക്കാം. കീവേഡ് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്നാണ്. ഇവിടെ നമ്മൾ ഓൺലൈൻ സ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ സ്റ്റോറിന് അനുയോജ്യമായിട്ടുള്ള ലോഗോകൾ തരും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ്സാണ്, അപ്പോൾ ആ ഒരു കാറ്റഗറി വേണം ഇവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ ബിസിനസ് എന്തിന് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് അത് വേണം നമ്മളിവിടെ കീവേഡായിട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ആയുർവേദിക് എന്ന് കൊടുത്തു. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദിക് പരമായിട്ടുള്ള ഒരുപാട് ലോഗോകൾ ഇവിടെ തരും. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ലോഗോസ് നമുക്ക് ഇവിടെ തരും. ഇവിടെ 300ഓളം പേജിൽ ഇവിടെ ലോഗോ നമുക്ക് തരുവാണ്. നമുക്കിതിൽ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാൻ കഴിയും. സെലക്ട് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, നമുക്ക് ഇത് നമ്മുടേതായ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താനും കഴിയും. ഞാനിപ്പോൾ ഈ ഒരു ലോഗോ സെലക്ട് ചെയ്യുകയാണ്. ആ ഒരു ലോഗോ സെലക്ട് ചെയ്യാൻ നേരത്ത് ആ ഒരു ലോഗോയുടെ തന്നെ വേരിയൻറ്റ് കളറും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ലോഗോ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യാൻ നേരത്ത് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റം ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമുക്ക് സ്പീഡ്, നമ്മുടെ ബ്രാൻഡ് നെയിം മാറ്റണമെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ടെക്സ്റ്റിനകത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഞാനിവിടെ എൻ്റെ കമ്പനിയുടെ പേര് തന്നെ കൊടുക്കുകയാണ്, ക്രിപ്സെല്ലർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും ചേഞ്ച് ചെയ്തെടുക്കാൻ കഴിയും. നമ്മളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഓൺലൈൻ സ്റ്റോർ എന്നുള്ളൊരു ഇത് കൂടെ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഫോണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഇഷ്ടപ്പെട്ട നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഇതെടുക്കാം, അതല്ല എങ്കിൽ ഇതെടുക്കാം. ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കിതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇതിൻ്റെ സൈസ് അല്പം നമുക്ക് കുറച്ച് കൊടുക്കാം. നമുക്കിത് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടേതായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അടുത്ത് നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട കളർ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് കൊണ്ടുവരാം, ബ്ലാക്ക് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നമുക്കിതിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നമുക്കൊരു ആയുർവേദിക് പ്രോഡക്റ്റിനായിട്ട് ഗ്രീൻ കൊടുക്കാം. ഓക്കെ, ഓൺലൈൻ സ്റ്റോർ എന്നുള്ളത് ബ്ലാക്കും കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ലോഗോ വേണമെങ്കിലൊന്ന് ഇതുപോലെ സൈസിങ് ചെയ്ത് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇതിനെ കൃത്യമായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് കഴിയും. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ചെയ്യാനായിട്ട് കഴിയും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ തന്നെ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ലേഔട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ലെറ്റർ ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇതുപോലെയൊക്കെ നമുക്ക് ഓരോരോ മാറ്റങ്ങൾ വരുത്താനായിട്ട്
കഴിയും. ഓക്കെ, ഏത് രീതിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ ലോഗോ വെച്ച് നോക്കാൻ കഴിയും. അതിൽ കൊള്ളാവുന്ന നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമുക്ക് വേണ്ട, ഇതൊന്നും വേണ്ട, നമുക്ക് തിരിച്ച് പോകണമെങ്കിൽ ഇവിടെ റീസെറ്റ് കൊടുത്താൽ മതി, തിരിച്ച് അതിലേക്ക് പോകും. അതല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് കഴിയും. ഇവിടെ വൈറ്റ് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് വൈറ്റ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇത് ലോഗോയുടെ കളറും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്യേണ്ട ഒരു പോർഷനാണ്. പിന്നെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറേ ലോഗോസൊക്കെ നമുക്ക് ഇതിനൊക്കെ കൊണ്ടുവയ്ക്കാനും ഇതുപോലെ വയ്ക്കാനൊക്കെ നമുക്ക് കഴിയും. ഇങ്ങനെയൊക്കെ ലോഗോകൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഇതൊക്കെ നിങ്ങൾ നിങ്ങളൊരു രീതി ഉണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ കഴിയും. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും. എന്തുവേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് വേണ്ട നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ലോഗോ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അത് കഴിഞ്ഞ് ഇവിടെ ആനിമേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. നിങ്ങളിത് സെലക്ട് ചെയ്യപ്പോൾ മനസ്സിലാവും. ഇതുപോലെ നമ്മുടെ ബ്രാൻഡ് നെയിം വരുന്ന രീതിക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അത് വേണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കൊടുത്തതിന് ശേഷം സ്ലൈഡ് ചെയ്യണമെങ്കിൽ സ്ലൈഡിങ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ചെയ്യാനായിട്ട് കഴിയും. നമുക്കിതൊന്നും വേണ്ടെങ്കിൽ തിരിച്ച് ഞാൻ കൊടുത്തിട്ട് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ നമ്മൾ ലോഗോ എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കണം. ഞാൻ ഇത്രയും സെലക്ട് ചെയ്യുകയാണ്. ഇത്രയാണ് വേണ്ടത്. അതിനെ സെലക്ട് ചെയ്തു. അവിടെ സ്ക്രീൻഷോട്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഇതിനെ കട്ട് ചെയ്ത് നമ്മൾ ആ ഡ്രൈവിലേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് നോക്കാം. ഈ ഒരു കമ്പനി അവരുടെ പെയ്ഡ് വെർഷനാണ് പറയുന്നത്. പെയ്ഡ് വെർഷനിൽ മാത്രമേ ഡൗൺലോഡിങ് നടക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവരെ സർവീസ് എടുക്കണം എന്നാണ് കമ്പനി പറയുന്നത്. ഇവിടെ അവരുടെ പാക്കേജും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ലോഗോ പാക്ക് $4 പെർ മന്ത്. നമുക്ക് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് നേരെ ഇനി സ്ക്രീൻഷോട്ട് എടുത്തൊരു ഇമേജ് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതാണ് സ്ക്രീൻഷോട്ട് എടുത്ത നമ്മുടെ ലോഗോ. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഗൂഗിൾ ക്രോമിൽ വന്നതിന് ശേഷം നമ്മളിവിടെ സെർച്ച് ചെയ്യേണ്ടത് റിമൂവ് BG എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യണം. നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു വെബ്സൈറ്റാണ്. ഇതൊരു ഫ്രീ വെർഷനാണ്. നമുക്ക് ഈ ഫ്രീ വെർഷനിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമ്മുടെ ഫയൽ ഇതിലേക്ക് കൊണ്ടുവരണം. ഇവിടെ നോക്കുമ്പം നമ്മൾ കൊണ്ടുവന്ന ഫയലില്ല. അതായത് നമുക്ക് ഡിസൈൻ ചെയ്ത ലോഗോ ഇവിടെ കാണുന്നില്ല. അതെന്തോ സൈസിൽ എന്തോ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് അതിവിടെ കാണാത്തത്. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിതൊരു വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി നമ്മൾ വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്യണം. ഈ ഒരു വാട്സപ്പിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഗോ സെൻഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെൻഡ് ചെയ്തതിന് ശേഷം ആ ഒരു ലോഗോ തന്നെ നമ്മൾ സേവ് ഇമേജ് കൊടുത്ത് സേവ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റിമൂവ് BGയിലേക്ക് പോയിട്ട് ഇവിടെ അപ്ലോഡ് ഇമേജ് കൊടുക്കണം. അപ്ലോഡ് ഇമേജ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ D ഡ്രൈവിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് നേരെ പോകേണ്ട ക്യാൻവയിലേക്കാണ്. ക്യാൻവയിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ കസ്റ്റം സൈസ് കൊടുക്കാം. കസ്റ്റം സൈസിൽ 800x800 എന്നുള്ളൊരു സൈസിൽ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ച ആ ലോഗോ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ആയി അടിപൊളി നല്ലൊരു ലോഗോ ആയിട്ട് മാറി. ഇതുപോലെ നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അതായത് ക്യാൻവയുടെ ഫ്രീ വെർഷൻ മാത്രം നിങ്ങൾ എടുത്താൽ മതി. കാരണം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിലേക്കാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് റിമൂവ് BG എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ലോഗോ ആയാലും മറ്റ് ഫോട്ടോസ് ആയാലും നമുക്ക് ക്യാൻവയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടേതായ രീതിയിൽ ഇതിനെ എഡിറ്റ് ചെയ്ത് ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാക്കി മാറ്റാനായിട്ട് കഴിയും. ഇതിനകത്ത് നമുക്ക് ക്യാൻവയ്ക്കകത്ത് നമുക്ക് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് മാത്രമല്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരുപാട് ബാനേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. എങ്ങനെ ബാനർ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ട്യൂട്ടോറിയൽ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.